നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ എനിക്ക് തലവേദനയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. കിടക്കുമല്ല, ഞാനിവിടെ ഇരിക്കുമായിരുന്നു. BP ഒക്കെ ചെക്ക് ചെയ്തേ, പക്ഷേ നോർമൽ വെച്ച് നോക്കിയാൽ എനിക്ക് BP നോർമലായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ബെഡ്റൂമിൽ ചെല്ലുമ്പോഴാണ് ഭർത്താവിനെ കാണുള്ളൂ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ എനിക്ക് തലവേദനയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. കിടക്കുമല്ല, ഞാനിവിടെ ഇരിക്കുമായിരുന്നു. BP ഒക്കെ ചെക്ക് ചെയ്തേ, പക്ഷേ നോർമൽ വെച്ച് നോക്കിയാൽ എനിക്ക് BP നോർമലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം BP നോക്കാൻ എനിക്ക് ഹയ്യ. കാരണം 59, 69, 79 നിന്നൊക്കെ 115, 116 എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹയ്യ. അത് ഉറക്കം ശരിയാവാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാനവിടെ സമയം കൊണ്ട് ഇവിടെ ഈ മനുഷ്യനെ പണി മുഴുവൻ ചെയ്തു കൂട്ടി. നോക്കുക, ഒരു നേരം ചുമ്മാ നിൽക്കില്ല. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടന് തലവേദന ഒന്നും ഇല്ല ചേട്ടാന്ന്. അപ്പം ചേട്ടൻ പറഞ്ഞ ഡയലോഗ് എന്തുവാ എന്ന് പറ. ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ എന്ത് ഡയലോഗാ പറഞ്ഞേ? പിന്നെ ഞാനത് വലിയ കാര്യമാക്കാറുമില്ലാന്ന്. അപ്പം ഞാൻ വന്നിട്ട് ചോറ് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അത്താഴത്തിലുള്ള പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അപ്പം ചോറ് വേവിച്ച് വെച്ചായിരുന്നു. ആ ചേട്ടനടുത്ത് വാർത്ത് ചേട്ടൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ചേട്ടൻ്റെ നാളത്തേക്കുള്ള അരിയും കൂടെ ഇട്ട് വെച്ചു. ഇതിൽ കൂടുതലൊക്കെ ഒരു ചേട്ടൻ എന്താ ചെയ്തു തരുന്നത്? ഒരാളാണ് ഇവിടെ ചേട്ടനെ അന്വേഷിച്ച് കൂടെ തന്നെ നടക്കും. ചേട്ടൻ എവിടെയാണ് നിൽക്കണമെന്ന് പറയുമ്പോൾ ആ കൂടെ പോയി നിൽക്കുക. ഓട്ടക്കണ്ണിട്ടൊക്കെ നോക്കണതാണ് ചേട്ടൻ്റെ കൂടെ തന്നെ ഇരിപ്പാണ് അവൻ്റെ പരിപാടി. ഇപ്പോൾ ഇതവൻ്റെ നോട്ടം കണ്ടില്ലേ? അവൻ്റെ കൂടെയുള്ള കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഭയങ്കര വിഷമമായിപ്പോയി. അവനിപ്പോൾ എങ്ങും പോകണില്ല. അവൻ പെറ്റ തള്ളയുടെ കൂടെ പോലും പോകണില്ല. ചേട്ടൻ്റെ പുറകിൽ തൊട്ട് മാറുന്നുമില്ല. ചേട്ടനിപ്പോൾ വരുന്നതുകൊണ്ട് ചേട്ടൻ്റെ വില്ലോയിൽ കയറി കിടക്കുമായിരുന്നു ഇത്ര നേരം. ചേട്ടൻ്റെ കൂടെ തന്നെ നടക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം വന്നതേ, നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകി വേണം നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാനായിട്ട്. ഓക്കെ, പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കാം. കഴുകി വേണം എടുത്ത് വെക്കാനേ. ഈ പച്ചക്കറി അത് ഓരോന്നോരോന്ന് എടുത്തിട്ട് നമ്മൾ കത്തി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. കൂടെ തന്നെ ഒരു ചക്കരപ്പൊട്ടൻ ഇപ്പം ഇതിൽ നടക്കുന്നുണ്ട് ചേട്ടാ. പച്ചപ്പയർ ലാസ്റ്റ് വാരി ഇട്ടതാ ഇത്. ചേട്ടൻ്റെ ഫേവറേറ്റ് ഉണ്ടല്ലോ ഇതാണ്. നമുക്ക് ആളെ അത് തോരൻ വെച്ചാലോ? ഞാൻ ചെറുതാക്കി ഇട്ടേക്കണേ. ഇതോ ചേട്ടാ മധുരക്കിഴങ്ങ്. ഇതെന്തിനാ ചേട്ടാ? ഒരു മധുരക്കിഴങ്ങ് ചുട്ടു തിന്നാനാണോ? ഞാനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെക്കുവേ. അപ്പം നമുക്ക് അത് കഴുകിയൊക്കെ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. കഷ്ണങ്ങളാക്കി വെച്ചേക്കണമൊക്കെ. ചേട്ടന് പിന്നെ ഒരു ഇച്ചിരിയും കറി മതി. ചേട്ടന് ഒത്തിരി കറിയുടെ ആവശ്യമില്ല. ചേട്ടന് ഇച്ചിരിയും കറിയാണ് കൂട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാഴച്ചുണ്ട് ഉണ്ടായിരുന്നുള്ളത് ഞാൻ തോരൻ വെച്ചിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ വാഴച്ചുണ്ട് തോരൻ അതേ ഞാനാണെങ്കിൽ ഇവിടെ ആർക്കും ഇല്ലല്ലോ. മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കും. കൂട്ടിയിട്ട് ഭയങ്കര വോയിസ് ആയിരിക്കൂലേ? മാങ്ങ 2 മാങ്ങയുണ്ട്. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ഇത്തവണ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ. ചേട്ടനെല്ലാം ശരിയാക്കി. ഏത്തക്ക പഴുക്കാതായതാണ്. ഈ പ്രാവശ്യം നഷ്ടമൊന്നുമില്ല. ഇത് തന്നെ ഒരു തോരനുണ്ട്, ഒരു മെഴുക്കുവരട്ടിക്കുണ്ട്. ക്യാബേജ് ഒരു തോരനുണ്ട്. അതായിരിക്കും ഇത് ഇത്രയും കുഞ്ഞി ക്യാബേജ് നോക്കി. ഇതൊരു ക്യാബേജാ. ഇത് നോക്ക്. ക്യാബേജാണ് ഇപ്പൊ തന്നെ അരിഞ്ഞു വെച്ചേക്കാം. ഇത് ഒരെണ്ണം കേട്ടോ.
ഇത് ഇച്ചിരി മോര് വാങ്ങിയിട്ട് നമുക്കേ മോര് കറി വയ്ക്കാം. ഒത്തിരി ഉണ്ടാക്കല്ലോ, കുറച്ച് ഉണ്ടാക്കാവുള്ളൂ. ഒത്തിരി ഉണ്ടാക്കാൻ കളയാനില്ല. വെണ്ടയ്ക്ക ഇനിയിപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നെടുത്തിട്ട് കഴുകി നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റണം. മുളക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തക്കാളിക്ക് ഉണ്ടതേ. അത് അറിഞ്ഞൂടെ നോക്കണം. വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്ക ആവശ്യം ഒരു മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്ക ഉണ്ട്. അത് തിന്നാൻ കൊണ്ടുപോയതായിരുന്നോ? ഞാനോർത്ത് അത് കൊള്ളാലോ. ചേട്ടൻ തക്കാളിക്ക് എടുത്തോണ്ട് പോയി ഗൈസ്. വേണ്ട കഴിച്ച ഞാൻ പണ്ട് അങ്ങനെ കഴിക്കായിരുന്നു. നടുക്ക് പൊട്ടിച്ചിട്ട് പഞ്ചസാര ഇട്ട്. എന്നാ മുളക് സെപ്പറേറ്റ് വാങ്ങിയെങ്കിൽ ഇതിനകത്ത് ആവശ്യത്തിന് മുളകുണ്ട്. എന്നാലും ഞാൻ മുളക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തെ മുളകില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് വാങ്ങാമെന്ന് വെച്ചത് കേട്ടോ. ക്യാരറ്റ് വേണ്ട കഴിച്ചു. ഞാൻ ആ ഗുളിക കഴിച്ചിട്ടിരിക്കുക, അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം. നമുക്ക് കഴുകാൻ എളുപ്പമുണ്ട്. ഈ സാധനം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴുകാൻ പറ്റും. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും പച്ചമുളക് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ 1/2 കിലോ പച്ചമുളക് ഞാൻ വാങ്ങില്ലായിരുന്നു. ഇങ്ങോട്ട് നോക്കുക, ഇതൊരു 1/2 കിലോ പച്ചമുളകിൻ്റെ അടുത്തുണ്ട്. ഇത് 1/2 കിലോ പച്ചമുളക്. ഈ മുട്ടയൊക്കെ പൊരിക്കണോണ്ടേ ഞാൻ പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കും. പച്ചക്കറിയിലാണെങ്കിൽ അരിഞ്ഞിടാനൊക്കെ ആയിട്ട് പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും വെണ്ടയ്ക്കയുണ്ട്, പയറുണ്ട്, വഴുതനങ്ങയുണ്ട്, ക്യാബേജുണ്ട്, ഒരു മധുരക്കിഴങ്ങിൻ്റെ പീസുണ്ട്, ഒരു വെള്ളരിയുണ്ട്, പിന്നെ ഒരു മത്തങ്ങയുണ്ട്, ചേനയുണ്ട്, പിന്നെ ചുരക്ക പോലെയുള്ള സാധനമുണ്ട്, കുമ്പളങ്ങയുണ്ട്, പിന്നെ ഒരു മെഴുക്കുവരട്ടിക്കുള്ള വാഴക്കയുണ്ട്, പിന്നെ ഉണ്ട് മാങ്ങയുണ്ട്, പിന്നെ കോവയ്ക്കയുണ്ട്, ഇത്രയും ക്യാരറ്റുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, പടവലങ്ങ പിന്നെ ഇത്തവണ ഇച്ചിരി ഉള്ളു കേട്ടോ. പടവലങ്ങ കഴിഞ്ഞ പ്രാവശ്യം തോരൻ വെച്ചത് നല്ല സൂപ്പറായിട്ട് ഞാൻ പടവലങ്ങ തോരൻ വെച്ചു. അപ്പോൾ ഇനിയിപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് കഴുകിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റട്ടെ. ഞാൻ ഇങ്ങനെ ഇട്ട് ഞാൻ കഴുകണം കേട്ടോ. ഇങ്ങനെ കഴുകും. ആദ്യം ഇങ്ങനെ ഇട്ട് കഴുകിയിട്ട് ഇതിനകത്തേക്ക് വാരിയിടും. അപ്പോൾ വെച്ചാൽ ഇതിനകത്ത് പൊടിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇത് നെറ്റാണല്ലോ, എന്നിട്ട് ഈ നെറ്റിലേക്ക് വാരി ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഈ ഫ്രിഡ്ജിൽ ഈ സാധനം വന്നിട്ട് തേച്ച് കഴുകാം. ആദ്യമൊക്കെ നേരത്തെ വെച്ചതല്ലേ, അപ്പം അതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പം പെട്ടെന്ന് പൂത്ത് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതിലെ വേസ്റ്റ് അംശങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൽ ആ ഒരു പൂപ്പലോ ആ പഴകിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകാനും ചാൻസ് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിലെ ഈ ഒരു ഡ്രോ നമ്മൾ ഊരിയെടുത്ത് പച്ചക്കറി ഇടുന്നതാണ്. അത് സാധനം നമ്മളെടുത്തിട്ട് നന്നായിട്ട് തേച്ച് കഴുകി പഴയ വേസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലോ അതിൽ വെള്ളമൊക്കെ വീണ് അതിൽ പറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അത് നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് ഞാൻ എല്ലാ തവണയും പച്ചക്കറി വാങ്ങുമ്പോൾ ഇടാൻ നേരത്ത് ഇത് തേച്ച് കഴുകിയിട്ടായിരിക്കും ഇടുക. അങ്ങനെ നമുക്കൊന്ന് തേച്ച് കഴുകിയിട്ട് പച്ചക്കറി കഴുകിയിടാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ പച്ചക്കറികളും കഴുകാറുണ്ട്. ചിലതൊക്കെ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ എല്ലാം എടുത്ത് മാറ്റിയിട്ടായിരിക്കും ഇടുക. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ എൻ്റെ പച്ചക്കറി എല്ലാ സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. മുറം ഞാൻ അവിടേക്ക് മാറ്റി വെച്ചേ, ഇത് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കഴുകി നമുക്കിനിപ്പോൾ ഇതിനകത്തേക്ക് മാറ്റാം. ഇത് ചേട്ടൻ വന്നു, ചോറ് തിളച്ചു. ചേട്ടൻ ചോറൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ചേട്ടനാണ് ചേട്ടാ, ചേട്ടനാണ് ചേട്ടാ, ചേട്ടാ. എവിടെയുള്ള തിരുവണ്ണൂർ പള്ളിയാ? തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ മാസ്റ്ററാണ്. അവിടെ പെൻഷൻ പറ്റിയത്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ പേരെന്നാ? പേര് ലൂക്കാച്ചൻ എന്ന് പറയും.
81 വയസ്സ് നീ അറിയില്ല. അല്ല ഞാനുള്ളപ്പോൾ ഒരു ജെയിംസ് എന്ന് പറഞ്ഞ സാറായിരുന്നു. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യനിലായിരുന്നല്ലോ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ആണ് എൻ്റെ അധ്യാപക പരിശീലന കളരി. കപ്പ ഇതോ കഞ്ഞി കൂടിയേക്കോ അല്ലേ? ഞാൻ എപ്പോഴും തെന്നി വീറും, തെന്നി അങ്ങ് പോവാറുണ്ട്. അപ്പം ഇതാ നമ്മൾ പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇതുണ്ടോ പച്ചക്കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇതും കയറ്റി വെക്കണം. അതും ചേട്ടൻ എവിടെയെങ്കിലും കയറ്റി വെക്കണം. ഇതേ ഇത് എൻ്റെ തലയിൽ വല്ലതും കയറിയിട്ടുണ്ടോ ചേട്ടാ? നോക്കാവോ. എൻ്റെ തല കയറിയാണെന്ന് തോന്നി എനിക്ക്. ഇല്ലല്ലോ. ആ എൻ്റെ കാവേജ കാണിച്ചില്ലായിരുന്നു. ഞാൻ പൊക്കി നോക്കിയപ്പോഴത്തേക്കും ഇനി എനിക്ക് നാളെ ഇച്ചിരി തേങ്ങ ചെറിയ തന്നെ. നാളെ ചെറിയാൽ മതി. പിന്നെ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇച്ചിരി ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. ഏതാ? ആ അതിപ്പോൾ കഞ്ഞിക്കൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് എടുക്കൂല എല്ലാവരും. എനിക്കിഷ്ടമാണ്. എന്താ വാഴയ്ക്ക മെഴുക്കുവരട്ടി, പയറ് മെഴുക്കുവരട്ടി. പയറൊന്ന് ഇളക്കിയിരുന്നു. ഒന്ന് ഇളക്കാവോ ചേട്ടാ? അങ്ങോട്ട് പോ. അതേ പിടിച്ചാൽ മതി ചേട്ടാ. ആ കറുപ്പേല് എന്നിട്ടൊന്ന് പൊത്തി വെച്ചാലേ വേവട്ടെ. അവിടെ ഇരുന്നു ചോടെ ഒന്ന് ഡ്രൈ ആവണം. ഇങ്ങനെ പയറിന് ടേസ്റ്റ് കിട്ടുള്ളൂ. പയറൊന്ന് ഡ്രൈ ആയാലേ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? പട്ടിക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. അപ്പം അതേ ഇതുപോലെ അടുക്കളപ്പണി തീരുന്നോടം വരെ ഭർത്താക്കന്മാർ നമ്മളോടൊപ്പം അടുക്കളയിലൊക്കെ ഉണ്ടെങ്കിലുള്ളവരൊക്കെ ഒന്ന് കമൻ്റൊക്കെ ഇടണം കേട്ടോ. ചേട്ടൻ അങ്ങനെയുണ്ട്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഇതുപോലെ ഇങ്ങനെ അടുക്കളയിൽ എല്ലാത്തിനും കൂടി ഉറങ്ങാടം വരെ എൻ്റെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കൂലോ. സാധാരണ ചില ആളുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചിട്ട് നേരെ പോയി കിടക്കുന്നിട്ട് ഭാര്യമാർ ബാക്കി പണിയൊക്കെ തീർത്തിട്ട് ഉച്ചയൊക്കെ പിന്നെ ബെഡ്റൂമിൽ ചെല്ലുമ്പോഴേ ഭർത്താവിനെ കാണുള്ളൂ. ഇതങ്ങനെയല്ലല്ലോ. ചേട്ടൻ എൻ്റെ കൂടെ ഫുൾ ടൈം അടുക്കളയിലുണ്ടല്ലോ. എൻ്റെ പണി തീർന്നോടം വരെ, എൻ്റെ പണിയല്ല ചേട്ടൻ്റെ പണി തീർന്നോടം വരെ ഞാൻ അടുക്കളയിലുണ്ടെന്ന് പറയുമായിരിക്കും. ശരി, ചേട്ടനല്ലേ ഓൾമോസ്റ്റ് പണികൾ മൊത്തം ചെയ്യുന്നതാണ്. ചേട്ടൻ ഞാൻ അവിടെ പോയി ഇരുന്ന് നാളത്തേക്കുള്ള ലോങ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് തലവേദന ഉണ്ട്. ഈ ഒരു സൈഡിലിരുന്ന് നല്ല വേദന എനിക്ക്. അപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കിടന്നാൽ എനിക്ക് അവിടെ ഉറങ്ങിപ്പോണം. ഒന്നാമത് ഈ തലവേദന വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ ഉറക്കം അടച്ച എൻ്റെ വേൾഡ് കപ്പിൻ്റെ ക്ഷീണം കാരണം ഉറങ്ങിയില്ല. അപ്പോൾ കോളേജിൽ ഇനാഗ്രേഷൻ പ്രോഗ്രാമുള്ളതുകൊണ്ട് പിന്നെ പോയി. അപ്പോൾ അതുകൊണ്ട് പകൽ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ തലവേദന അതുകൊണ്ട് നല്ല രീതിയിൽ ചെറുതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻസിനെ ട്യൂഷന് കൊണ്ട് വിട്ടിട്ട് അങ്ങ് മയങ്ങി ശരിക്കും ഉറങ്ങി വന്നപ്പോഴത്തേക്ക് അവൻ എന്നെ വിളിച്ചു ട്യൂഷൻ കഴിഞ്ഞു എന്നും പറഞ്ഞു. ആ വിളിച്ച എഴുന്നേക്കിൽ ഞാൻ എഴുന്നേറ്റതാ. അന്നത്തേക്ക് അങ്ങ് തലവേദനയായി. പിന്നെ ഞാനിപ്പോൾ ഒരു ഗുളികയൊക്കെ ഗുളിക കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഉറങ്ങിയാൽ പിന്നെ രാവിലെ എഴുന്നേക്കുള്ളൂ. അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുവാണ് കേട്ടോ. നല്ല തലവേദന. എനിക്കാണെങ്കിൽ പനിയ ജലദോഷം വന്നിട്ട് എനിക്കത് പൂർണ്ണമായിട്ട് പോയിട്ടില്ല. ചുമ പോയി കിട്ടിയത് എൻ്റെ ഭാഗ്യം. അത് തന്നെ മഹാഭാഗ്യമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് എന്ത് ചെയ്ത ചേട്ടനാണ് അവിടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ. അയ്യോ മാക്കൂന് ഇത് കൊടുക്കണ്ട. ഇത് മറ്റേ മീനല്ലായിരുന്നോ? സിലോപ്പിയുടെ തലയല്ലായിരുന്നോ? അത് അവന് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് അവനെ കഞ്ഞി കുടിച്ചായിരുന്നു. ഇച്ചിരി മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാക്കൂനെ ഞങ്ങളാരും കണ്ടില്ലല്ലോ. നമ്മുടെ മാക്കു കിടക്കുവാണ് കേട്ടോ. വീഡിയോയാന്ന് പറഞ്ഞാൽ പിന്നെ കൊച്ചു നോക്കൂല ഇങ്ങോട്ട്. വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞാൽ പിന്നെ കൊച്ചു ഏരിയയിലേക്കേ ശ്രദ്ധിക്കൂല. എൻ്റെ കൊച്ചു പാവ. എൻ്റെ കൊച്ചൊരു ശക്കര കൂട്ടനാ.
കൊച്ചിനാണെങ്കിൽ നമ്മൾ വേവിച്ച മീനൊക്കെ വേവിച്ചാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. ആ പിള്ളേർ വലുതായി. ആ പിള്ളേർക്ക് ഇനി നമ്മൾ കൂട് ചേഞ്ച് ചെയ്യണം അല്ലേ ചേട്ടാ? ഇതവ നോക്കണ ക്യാമറ എന്ന് പറഞ്ഞാൽ മുഖം ഇങ്ങോട്ട് തിരിക്കുകയില്ല. ബാസ്ക്യൂ മോനെ, മുഖം ആളവൻ തിരിഞ്ഞു എണീറ്റ്. അവർ പിന്നെ എന്ത് കിട്ടിയാലും കഴിച്ചോളും. വാടാ കഞ്ഞി കുടിച്ചോടാ എന്നാടാ. ഇവന് ആദ്യം കൊടുത്തില്ല, ഇവൻ ചിലപ്പോൾ പിണങ്ങും. ഇവന് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവന് ഇച്ചിരി പുന്നാരിച്ച് ഞാൻ വളർത്തിയത് അതുകൊണ്ട്. ചേട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചേക്കുമായിരിക്കും. കഴിച്ചില്ലേ മാറ്റി കൊടുക്കണം. അതിന് സിലോപ്പിയ അത് വലിയ ഇഷ്ടമില്ല അവന്. കഞ്ഞി കുടിച്ചോടാ. കൊച്ചു തിന്നോ? വീഡിയോ മാറ്റാം. അപ്പം ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇച്ചിരി ചാറോടെ തന്നാൽ മതി. മതി. എനിക്ക് വാഴയ്ക്ക കഴിക്കുമ്പോൾ എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. മുളകുണ്ട്, കാന്താരി മുളക് ഇരിപ്പുണ്ട്. വേണം ഇച്ചിരി കഴിക്കുക. കൊളസ്ട്രോൾ ഒക്കെ മാറും. ഇങ്ങനെ വെള്ളം എടുക്കട്ടെ. വെള്ളം ചേട്ടനാണ് ചൂടുവെള്ളം. സത്യത്തിൽ ഇപ്പോഴാണ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ്. ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. ചേട്ടനാ ജോലിയെല്ലാം ചെയ്തേ. ഞാനാ കഞ്ഞിയും അല്ല ചോറും പോട്ടെ, കറി വെച്ചെന്നേ ഉള്ളൂ ഇപ്പോഴത്തേക്കുള്ള. ഞാനൊന്നും ചെയ്തില്ല. ഉവാവ് വരുന്നു. ഉവാവ് കുടിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവുകയാണേ. തയ്യാമീസിലിട്ട് പല്ലുണ്ട്, തല മാത്രം. ഞങ്ങളിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. ഒരു കക്ഷി ഇവിടെ ഭയങ്കര കളിയാണ്. തുള്ളി കളിച്ച് നടക്കുക. വാലൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച്. അവനപ്പം അമ്മയൊന്നും വേണ്ട. അവന് പെറ്റതള്ളയൊന്നും, പെറ്റതല്ലെങ്കിലും പെറ്റതള്ള പോലെയൊന്നും അവന് വേണ്ട. ടി വിയുടെ അടിക്കടെ കയറി നടക്കണമെങ്കിൽ അവനതൊരു ചേട്ടന് അവന് വലിയ ഇഷ്ടമാണ്. തന്നെത്താനായി അതതിൻ്റെ ജീവിതം ആഘോഷിച്ച് നടക്കും അല്ലേ ചേട്ടാ? അല്ലേ? അപ്പോൾ ദേ നമ്മുടെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി രാവിലെ ഇപ്പം തലവേദന ചെറുതായിട്ടൊന്ന് ആ ഗുളികയുടെ എഫക്റ്റ് വന്ന് തുടങ്ങിയെന്ന് തോന്നണം. ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. മാതാവിൻ്റെ മേത്തേക്ക് മെഴുകുതിരി മറിഞ്ഞെടുക്കണമാക്കി മാറ്റി. നമ്മൾ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ മുതലക്കുടത്ത് മുത്തപ്പൻ ഇവിടെ ഉണ്ട്. മുത്തപ്പനെ ഞാനിങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ പണിയും തീർത്ത് ഞാനും ചേട്ടനും ഒപ്പത്തിനൊപ്പം അടുക്കളയിൽ നിന്ന് പോന്നു. അല്ലേ ചേട്ടാ? അങ്ങനെയുള്ള ചേട്ടന്മാരൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ഇടണേ. അങ്ങനെയുള്ള ചേട്ടന്മാർക്കൊക്കെ സഹായിക്കുമല്ലോ. ചേട്ടൻ ജോലി ചെയ്തു, ഞാൻ ചേട്ടനെ വന്ന് സഹായിച്ചു. പാവം ചേട്ടനാ. അല്ല ചേട്ടനൊരു പാവമാണ്. എല്ലാവരും പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ കളിയാക്കിയൊക്കെ പറയുമെങ്കിലേ ചേട്ടനൊരു പാവമാണ് കേട്ടാ. ഇങ്ങോട്ട് നോക്കി ചേട്ടാ. ചേട്ടന് നാണോ മുന്നുണ്ടോ? ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.